ഇന്ന് ഞാൻ കുറച്ച് അടിപൊളി പ്രഷർ ഫൂട്ടുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ മെഷീൻ, ഇതുപോലത്തെ ഇൻഡസ്ട്രിയൽ മെഷീനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഫൂട്ടുകളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യമായിട്ട് ഞാൻ നിങ്ങളെന്നെ പരിചയപ്പെടുത്തുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവമാണ്. അതായത് ഈ ഫുഡ് ചേഞ്ചർ പിന്ന്. ഈ ഫുഡ് ചേഞ്ചർ പിന്ന് ഇതായിരുന്നു നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ഏറ്റവും ആദ്യത്തെ ടൂള്. പക്ഷേ ഇതിനൊരുപാട് ഫോൾട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് അടിപൊളി ടൂള് നമ്മളെ ജാക്ക് കമ്പനിക്കാർ ഇറക്കിയിട്ടുണ്ട്. അതാണ് ഈ ടൂള്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സേഫ്റ്റി സംഭവങ്ങളും അതുപോലെ ഇതിൻ്റെ ഒരു സൈസും ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഇതിൻ്റെ ഈ ഒരു ലിവറിൻ്റെ അത്രയും വെയിറ്റാണ് ആകെ കൂടി ഈ ഒരു ടൂളിനുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നല്ല ഹെവി ആയിട്ടുള്ളൊരു ടൂളാണ്, അടിപൊളി ടൂളാണ്, പെർഫെക്റ്റ് ആണ്. ഞാൻ ഓൾറെഡി ഈ മെഷീനിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഇത് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വിരൽ മാത്രമാണ് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. ജസ്റ്റ് വളരെ സിമ്പിൾ. ഓക്കെ, ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടൂള് നിങ്ങൾ യാതൊരു കാരണവശാലും വാങ്ങാൻ മറക്കരുത്. അടിപൊളി ടൂളാണ്. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അല്ല എങ്കിൽ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ ഒരു ഹായ് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ മറക്കണ്ട. ഇനി അതുപോലെ തന്നെ അടുത്ത ഒരു ടൂളാണ് ഈ കാണുന്ന റോളർ ഫൂട്ട്. ഈ റോളർ ഫൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു തുണിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഈ പ്രഷർ ഫൂട്ട് നമ്മുടെ തുണീനെ മൂവ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അവിടെ ചുളിവുകൾ വരും, ചെറിയ ചെറിയ ചുളിവ് വരും. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ തുണിയെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം. അപ്പോൾ അത് ഇല്ല എങ്കിലും കനം കുറഞ്ഞ തുണിയൊക്കെ ആണെങ്കിലും ഈവൻ പോളിസ്റ്റർ മെറ്റീരിയലൊക്കെ ആണെങ്കിലും നമുക്ക് ഈ റോളർ ഉള്ളത് കൊണ്ട് ഇത് കറക്റ്റായിട്ട് തുണീനെ മൂവ് ചെയ്ത് കൊടുക്കും. അപ്പോൾ തുണിയിൽ ചുളിവ് വരില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ചുളിവില്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനുപയോഗിക്കുന്ന ഫൂട്ടാണ് ഈ നോർമൽ റോളർ ഫൂട്ട്. ഇപ്പോൾ വരുന്ന എല്ലാ ടൂളുകളിലും ഈ റോളറും കൂടിയും അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത്. കാരണം തുണി നല്ല ഹൈ ഫിനിഷിങ്ങിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വക ടൂളുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ പെർഫെക്ഷൻ കൂടും, സ്റ്റിച്ചിങ്ങിൻ്റെ സ്പീഡ് കൂടും, നമ്മുടെ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി കൂട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ടൂളുകൾ നിങ്ങൾ വാങ്ങാൻ മറക്കരുത്. ഇൻഡസ്ട്രിയൽ മെഷീൻ വാങ്ങുക. പഴയ ജാമ്പുവാൻ്റെ കാലത്ത് മെഷീനൊക്കെ എടുത്ത് കളയുക. ഇൻഡസ്ട്രിയൽ മെഷീനുകളിൽ ഏതെങ്കിലും നല്ല മെഷീൻ നോക്കിയിട്ട് വാങ്ങിക്കുക. ഇങ്ങനെയുള്ള ലേറ്റസ്റ്റ് ടൂളുകളെല്ലാം വരുന്നത് ഇൻഡസ്ട്രിയൽ മെഷീൻസിന് വേണ്ടി മാത്രമാണ്. അത് മറക്കരുത്. അപ്പോൾ ലേറ്റസ്റ്റ് ടൂളുകൾ വാങ്ങാനും ലേറ്റസ്റ്റ് മെഷീൻ വാങ്ങാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.